അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സൂറത്തു അംബിയയിലെ 15 മുതലുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുവാനും അതിൻ്റെ ആശയവും മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. രണ്ട് സ്ഥലത്ത് ശ്രദ്ധിക്കാനുണ്ട്. സാലത്തിൽക്ക അങ്ങനെയാണോ ഓതേണ്ടത്? ഫമാ സാലത്തിൽക്ക. അടുത്തത് അവസാന ഭാഗം ഹസീദൻ ഖാമിദീൻ. അവിടെ നമ്മൾ തൻവീനു ശേഷം ഖാ എന്ന അക്ഷരം വന്നതുകൊണ്ട് ഇൽഹാർ ചെയ്തിട്ടാണ് ഉച്ചരിക്കേണ്ടത്, അതായത് പ്രകടിപ്പിച്ച് ഉച്ചരിക്കണം. അപ്പോൾ എങ്ങനെയാണ്? ഹസീദൻ ഖാമിദീൻ. ഫമാ സാലത് തിൽക ദഅവാഹും ഹത്താ ജഅൽനാഹും ഹസീദൻ ഖാമിദീൻ. ഫമാ സാലത് തിൽക ദഅവാഹും, ഫമാ സാലത്തിൽക്ക എന്നിട്ട് അത് ആയിക്കൊണ്ടിരുന്നു. ദഅവാഹും അവരുടെ വിളി, ദഅവാഹും അവരുടെ വിളി. ഫമാ സാലത്തിൽക്ക എന്നിട്ടത് ആയിക്കൊണ്ടിരുന്നു. ദഅവാഹും അവരുടെ വിളി, വിളിച്ചു പറയൽ. ഹത്താ ജഅൽനാഹും നാം അവരെ ആക്കുന്നതുവരെ, ഹസീദൻ കൊയ്തിട്ട വിള പോലെ, ഖാമിദീൻ കെട്ടാറിയവർ അല്ലെങ്കിൽ ചത്ത് നാമാവശേഷമായവർ. അതായത് അങ്ങനെ ചത്താറിയവരായ നിലയിൽ, നാമാവശേഷമായ നിലയിൽ അവരെ കൊയ്തിട്ട വിള പോലെ നാം ആക്കുന്നതുവരെയും അതുതന്നെ അവരുടെ നിലവിളിയായിക്കൊണ്ടിരുന്നു. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. പ്രവാചകന്മാരുടെ ഉപദേശവും താക്കീതും അവർ വിലവച്ചിരുന്നില്ല. പരിഹാസവും ധിക്കാരവുമായിരുന്നു അവർ സ്വീകരിച്ചത്. നിശ്ചയമായും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിൽ മടങ്ങി വരണം. ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന. സൂറത്ത് ഇബ്രാഹിമിലെ 13-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നു. അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും, നിശ്ചയമായും അത് സംഭവിക്കും. അല്ലെങ്കിലോ നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിലേക്ക് മടങ്ങി വരണം. ഇതായിരുന്നു അവിശ്വാസികളായ ആളുകൾ പ്രവാചകന്മാരോടും പ്രവാചകൻ്റെ അനുയായികളോടുമൊക്കെ പറഞ്ഞിരുന്നത്. ഇങ്ങനെയൊക്കെ അവർ നബിമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ താക്കീതു ചെയ്യപ്പെട്ട ശിക്ഷ അനുഭവമായി കണ്ടപ്പോഴത്തെ അവരുടെ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. അഹങ്കാരികളായി ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ആ ശിക്ഷ അള്ളാഹുവിൻ്റേതായി അവരിലേക്ക് വന്നപ്പോഴുള്ള അവസ്ഥയാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ശിക്ഷ വന്നപ്പോൾ അവർ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു, കുറ്റം സമ്മതിക്കുന്നു, വിളിച്ചു നിലവിളിക്കുന്നു. ആ സന്ദർഭത്തിൽ അവരോട് ഹാസ്യരൂപത്തിൽ പറയപ്പെടുന്ന മറുപടിയാണ് 13-ാം വചനത്തിൽ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടുന്ന സുഖഭോഗ വസ്തുക്കളും നല്ല പാർപ്പിടങ്ങളുമെല്ലാം നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങളോട് പലർക്കും പലതും ചോദിക്കുവാനുമുണ്ടായിരുന്നു. ഇനി അങ്ങനെ പലർക്കും ചോദിക്കാനുണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകണം. എന്തിനാണ് അതെല്ലാം വിട്ടേ ചോടിപ്പോകുന്നത് എന്ന് സാരം. വിളകൾ കൊയ്തിട്ട പോലെ വീണുമറിഞ്ഞ് കിടക്കുകയും തീ കെട്ടാറി ചാമ്പലായതുപോലെ, അതായത് ചാമ്പലായുള്ളതുപോലെ അവർ നിശ്ചലവും നിശേഷ്ടവുമായി തീരുകയും ചെയ്യുവോളം ആ മുറവിളി, നാശമേ കഷ്ടമേ എന്ന നിലവിളി അവർ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്ത് ഫലമുണ്ടാകുവാനാണ്? അതായത് അവസാന സമയത്ത്, ശിക്ഷ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ നിലവിളിച്ചാൽ എന്ത് ഫലമുണ്ടാകാനാണ് എന്ന ചോദ്യമാണ് ഇവിടെ അള്ളാഹു ചോദിക്കുന്നത്. അപ്പോൾ അവർ
കൊയ്തിട്ട വിള പോലെ ചത്താറിയ നിലയിൽ അവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞപ്പോൾ അവരിൽ നിന്നുയരുന്ന വിളിയെക്കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമുക്കുള്ള ഗുണപാഠം രണ്ടാണ്. അതിലൊന്ന്, മരണത്തിനു മുമ്പ് നമ്മുടെ തെറ്റുകൾ സ്വയം നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞുകളയാൻ നമുക്ക് കഴിയില്ല, നമുക്കാവില്ല. ആ കൽപ്പനയ്ക്ക് നമ്മൾ കീഴൊതുങ്ങിയേ മതിയാകൂ, വിധേയമായേ മതിയാകൂ. അള്ളാഹു ഈ ആയത്തിലൂടെ രണ്ട് വാക്കുകളുടെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കി ഇരിക്കണം. അതിലൊന്ന് ഹസ്വീദൻ, കൊയ്തിട്ട വിള. ഹസ്വീദൻ, കൊയ്തിട്ട വിള, കൊയ്തിട്ട നെല്ല് എന്നൊക്കെ അർത്ഥം. ഖാമിദീൻ, ചലനമറ്റ നിലയിലായവർ. ഖാമിദീൻ, ചലനമറ്റുപോയവർ, ചലനമറ്റ നിലയിലായവർ. ഈ രണ്ട് വാക്കും നമ്മൾ ഈ ആയത്തിൽ നിന്ന് ശ്രദ്ധിക്കണം. 16-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വമാ ഖലഖ്നാസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഗിബീൻ. അവിടെ വമാ ഖലഖ്നാസ് സമാഅ എന്നുള്ളത് ഒരു 6 ആവർത്തി നാം നീട്ടി ഓതേണ്ട സ്ഥലമാണ്. വൽ അർള വമാ ബൈനഹുമാ ലാഗിബീൻ. വമാ ഖലഖ്നാസ് സമാഅ, വമാ ഖലഖ്ന എന്ന് പറഞ്ഞാൽ നാം സൃഷ്ടിച്ചിട്ടില്ല. അസ്സമാഅ, ആകാശം. വൽ അർള, ഭൂമിയും ആകാശവും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, പിന്നെന്താണ്, അവ രണ്ടിനുമിടയിലുള്ളതും. ഭൂമിക്കും ആകാശത്തിനുമിടയിൽ എത്ര സ്ഥലമുണ്ട്, എത്ര സൃഷ്ടിജാലങ്ങളുണ്ട്, അവയൊന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ലാഗിബീൻ, കളിച്ചുകൊണ്ട്, കളിതമാശയായി, കളിയായി, വെറുതെ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല. ആകാശവും ഭൂമിയും അവ രണ്ടിനുമിടയിലുള്ളതും നാം കളിക്കുന്ന സ്ഥിതിയിൽ, അതായത് ഒരു വിനോദത്തിനു വേണ്ടി വെറുതെ ഒരു കാര്യവുമില്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ്. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹവൻ ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. ലൗ അറദ്ന, അവിടെ അറദ് ദ് എന്നുള്ളത് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. അന്നത്തഖിദ നമ്മൾ നന്നായിട്ട് മണിച്ചോതേണ്ട ഒരു സ്ഥലമാണ്. ഇത് ആമുൽ മുത്തമാസിലൈനു വന്നു, 2 നൂനുകൾ ചേർത്തോതുകയാണ്. അന്നത്തഖിദ ലഹവൻ ലത്തഖദ്നാഹു, അവിടെ ശ്രദ്ധിച്ചോദണം. ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. ലൗ അറദ്ന, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അന്നത്തഖിദ, നാം ഉണ്ടാക്കുവാൻ, സ്വീകരിക്കുവാൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലഹവൻ, വല്ല വിനോദവും. ലത്തഖദ്നാഹു, നാം അതുണ്ടാക്കുമായിരുന്നു. മില്ലതുന്ന, നമ്മുടെ അടുക്കൽ നിന്ന്, നമ്മുടെ പക്കൽ നിന്ന്. ഇൻകുന്ന, നാമല്ല, നാം ആണെങ്കിൽ, ഫാഇലീൻ, ചെയ്യുന്നവർ. അതായത് ഒരു വിനോദമുണ്ടാക്കുവാൻ, ഭൂമിയും ആകാശവും അവയിലുള്ളതുമൊക്കെ ഒരു വിനോദത്തിനു വേണ്ടിയാണ് ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ, ഒരു വിനോദമുണ്ടാക്കുവാൻ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അത് നമ്മുടെ അടുക്കൽ നിന്ന് ഉണ്ടാക്കുമായിരുന്നു. നാം അത് ചെയ്യുന്നതല്ല. ഇനി 18-ാമത്തെ ആയത്ത്. ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാതിലി ഫയദ്മഉഹു ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസ്വിഫൂൻ. ബൽ നഖദിഫു ബിൽ ഹഖ്, എന്നുള്ളത് ശരിക്കും ഓതണം. ബൽ നഖദിഫു ബിൽ ഹഖ് അലൽ ബാതിലി
ഫയദ്മഉഹു ഐനാണ്, ദാല് സുക്കൂനുള്ള ദാലായതുകൊണ്ട് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. ഫയദ്മഉഹു ഫഇദാ ഹുവ സാഹിഖ് ഫഇദാ ഹുവ സാഹിഖ് വലകുമുൽ വൈലു മിമ്മാ തസിഫൂൻ. മിമ്മ എന്നുള്ളത് മണിച്ചോദേണ്ട ഒരു സ്ഥലമാണ്, അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക. ബൽ പക്ഷേ, എന്നാൽ നഖദിഫു നാം എറിയുന്നു, എന്നാൽ നഖദിഫു നാം എറിയുന്നു, ബിൽ ഹഖി സത്യം കൊണ്ട്, ന്യായം കൊണ്ട്, യാഥാർത്ഥ്യം കൊണ്ട്, അലൽ ബാത്തിലി അസത്യത്തിന്മേൽ, നിരർത്ഥകമായതിൻ്റെ മേൽ, അന്യായത്തിന്മേൽ നാം എറിയുന്നു. ഫയദ്മഉഹു എന്നിട്ട് അതിനെ തകർത്ത് തലച്ചോറുടക്കുന്നു. ഫൈദാ ഹുവ സാഹിഖുൻ അപ്പോഴതാ അത് നശിക്കുന്നു. സാഹിഖ് എന്ന് പറഞ്ഞാൽ നശിക്കുക. ഫൈദാ ഹുവ അപ്പോഴതാ സാഹിഖുൻ നശിക്കുന്നു, നാമാവശേഷമാകുന്നു, ജീവൻ പോകുന്നു. വലക്കും നിങ്ങൾക്കുണ്ട്, അൽ വൈലു നാശം, കേട്, കഷ്ടം, മിമ്മ തസിഫൂൻ നിങ്ങൾ പറഞ്ഞത് വിചാരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് നാശമുണ്ട്. എന്നാൽ നാം സത്യമായുള്ളതുകൊണ്ട് അസത്യമായുള്ളതിന്മേൽ, അതായത് സത്യം കൊണ്ട് അസത്യത്തിന്മേൽ എറിയുന്നു. അപ്പോൾ അതായത് ആ സത്യം അതിനെ തകർത്തു കളയുന്നു, അസത്യത്തെ സത്യം തകർത്തു കളയുന്നു. അപ്പോഴേക്കും അത് നാമാവശേഷമായി പോകുന്നു, അതായത് നശിച്ചു പോകുന്നു, ഇല്ലാതെയായി പോകുന്നു. അപ്പോഴേക്കും അത് നശിച്ചു പോകുന്നു, നാമാവശേഷമാകുന്നു. സത്യനിഷേധികളെ, നിങ്ങൾ പറഞ്ഞത് നിമിത്തം നിങ്ങൾക്ക് നാശം എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളത്. ബൽ നഖദിഫു എന്നാൽ പക്ഷേ നാം എറിയുന്നു, ബിൽ ഹഖി സത്യം കൊണ്ട്, ന്യായം കൊണ്ട്, യാഥാർത്ഥ്യവും കൊണ്ട്, അലൽ ബാത്തിലി അസത്യമായതിൻ്റെ മേൽ, നിരർത്ഥകമായതിൻ്റെ മേൽ, അന്യായമായതിൻ്റെ മേൽ. ഫയദ്മഉഹു എന്നിട്ട് അതിനെ തകർത്ത് തലച്ചോറുടക്കുന്നു. ഫൈദാ ഹുവ അപ്പോഴത് സാഹിഖുൻ നശിക്കുന്നു, നാമാവശേഷമാകുന്നു, ജീവൻ പോകുന്നു. വലക്കും നിങ്ങൾക്കുണ്ട്, അൽ വൈലു നാശം, കേട്, കഷ്ടം, മിമ്മാ തസിഫൂൻ നിങ്ങൾ പറഞ്ഞ് വിചാരിച്ച് വിവരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്കതിൽ നാശമുണ്ട്. വളരെ സാരഗർഭങ്ങളായ 3 വചനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ആകാശഭൂമികളും ചെറുതും വലുതുമായ അവയിലെ എല്ലാ വസ്തുക്കളും മനുഷ്യൻ വിശേഷിച്ചും വെറുതെ വിനോദത്തിനോ കളിയായിട്ടോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയല്ല. ഗൗരവമേറിയ ചില ലക്ഷ്യങ്ങളോടുകൂടിയും യുക്തിവത്തായ ചില കാര്യങ്ങൾക്കു വേണ്ടിയുമാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെയും അതുപോലെ ജന്തുജാലങ്ങളെയും ഭൂമിയെയും ആകാശത്തെയും അതിനിടയിലുള്ളതുമൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെയല്ല, കാര്യഗൗരവമായിട്ടാണ്. അതിലടങ്ങിയ രഹസ്യങ്ങൾ മുഴുവനും കണ്ടെത്തുക മനുഷ്യന് സാധ്യമല്ല, അസാധ്യമാണ് മനുഷ്യന്. അവയുടെ സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹുവിന് മാത്രമേ അതറിയുകയുള്ളൂ. പക്ഷേ സതുദ്ദേശത്തോടു കൂടിയും ശരിയായ മാർഗത്തിലൂടെയും ചിന്തിക്കുന്ന മനുഷ്യന് അവൻ്റെ ഉദ്ദേശശുദ്ധിയുടെയും ചിന്താഗതിയുടെയും തോതനുസരിച്ച് ഈ കാര്യത്തിൽ ജ്ഞാനം ലഭിക്കുവാൻ അള്ളാഹു സഹായിക്കുമെന്നു മാത്രം. ഭൗതികമായോ ആത്മീയമായോ പ്രകൃതിപരമായോ ധാർമ്മികമായോ ഏതു നിലക്കുള്ള ചിന്താഗതിയാണ് ഒരാൾക്കുള്ളതെങ്കിൽ ആ തരത്തിൽപ്പെട്ട അറിവുകളായിരിക്കും അവന് ലഭിച്ചുകൊണ്ടിരിക്കുക, സംജാതമായി കൊണ്ടിരിക്കുക. ഏതായാലും അവൻ എത്ര തന്നെ മുന്നോട്ട് നീങ്ങിയാലും എത്ര പുരോഗതി പ്രാപിച്ചാലും അവൻ്റെ അറിവിന് ഒരു പരിധിയുണ്ടായിരിക്കും. നിങ്ങൾക്ക് അറിവിൽ നിന്നും അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഖുർആനിൽ ഒരിടത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾക്ക് അറിവിൽ നിന്നും അല്പമല്ലാതെ നൽകപ്പെട്ടിട്ടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കളിവിനോദമെന്നോ പാഴ്വേലയെന്നോ ഒന്നില്ല തന്നെ. അവൻ പരമപരിശുദ്ധനും സർവശ്രേഷ്ഠനുമാകുന്നു. ഈ കാണപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക ലക്ഷ്യമൊന്നും മുൻനിർത്തിയുള്ളവയല്ല, വെറുതെ അങ്ങ് സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാ നിമിഷങ്ങളിലും അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ സംഭവങ്ങൾ യുക്തിരഹിതങ്ങളാണ്, അഥവാ വെറും ചില വഴക്കങ്ങളാണ് എന്നൊക്കെ വല്ലവരും ധരിക്കുന്നുവെങ്കിൽ
അതിൽ പരം വിഡ്ഢിത്തം മറ്റെന്താണുള്ളത്? അള്ളാഹു പറയുന്നു, വമാ ഖലഖന അസ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ബാത്തിലാ ذلك ظن الذين كفروا فويل للذين كفروا من النار. സൂറത്ത് സ്വാദിലെ 28-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, ആകാശത്തെയും ഭൂമിയെയും അവ രണ്ടിനുമിടയിലുള്ളതിനെയും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചിരിക്കുകയല്ല. അത് അങ്ങനെയാണെന്ന് അവിശ്വസിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവിശ്വസിച്ചവരുടെ ധാരണ മാത്രമാകുന്നു. എന്നാൽ നരകം നിമിത്തം ആ അവിശ്വസിച്ച ആളുകൾക്ക് വമ്പിച്ച നാശമുണ്ട്. അള്ളാഹുവിൻ്റെ ശക്തിയെയും പ്രതാപത്തെയും അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട ഗുണങ്ങളെയും വേണ്ട പോലെ മനസ്സിലാക്കുകയോ വിലയിരുത്തുകയോ ചെയ്യാത്തതിൻ്റെ ഫലമായി അവന് മനുഷ്യനെപ്പോലെ ഭാര്യാമക്കളുണ്ടെന്ന്, അള്ളാഹുവിന് ഭാര്യാമക്കളുണ്ടെന്ന് മറ്റും പറയുവാൻ ചിലർ ധൈര്യം കാണിക്കുന്നുണ്ട്. എന്നാൽ ഭാര്യാമക്കളെപ്പോലെയുള്ള വല്ല വിനോദവും അവൻ ഉദ്ദേശിക്കുന്നതായി സങ്കല്പിക്കുന്ന പക്ഷം, അള്ളാഹുവിന് ഭാര്യയും മക്കളും ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുകയും അങ്ങനെ സങ്കല്പിക്കുകയും ചെയ്യുന്ന പക്ഷം അതൊരിക്കലും ഉണ്ടാകുന്നതല്ല. അത് ഈ ഭൗതിക വസ്തുക്കളിൽ നിന്നായിരിക്കുകയുമില്ല. ഉപരിലോകത്ത്, അതായത് പരലോകത്ത്, ആത്മീയ ലോകത്തുമുള്ള അഭൗതിക വസ്തുക്കളിൽ നിന്നായിരിക്കും ഉണ്ടാവുക. അവനുണ്ടോ അങ്ങനെ ഉദ്ദേശിക്കുന്നു? അവൻ അതിൽ നിന്നെല്ലാം അത്യുന്നതനായ സുരക്ഷിതനായ നിലയിൽ പരിശുദ്ധനത്രേ. തആല അൻ ദാലിക ഉലുവൻ കബീറാ. അങ്ങനെയാണ്, അവൻ അതിൽ നിന്നെല്ലാം അത്യുന്നതനായ നിലയിൽ പരിശുദ്ധനത്രേ. 18-ാം വചനത്തിൽ ഈ ലോകത്ത് നടപ്പിലുള്ള അള്ളാഹുവിൻ്റെ ഭരണചട്ടങ്ങളിൽപ്പെട്ട ഒരു ഭരണചട്ടമാണ് നാം കാണുന്നത്. സത്യം അസത്യത്തെ, അഥവാ ന്യായം അന്യായത്തെ, അഥവാ യഥാർത്ഥമായുള്ളത് നിരർത്ഥകമായുള്ളതിനെ പരാജയപ്പെടുത്തുന്നുവെന്നാണ് ആ പറഞ്ഞത്. അവ രണ്ടും തമ്മിൽ ഒരിക്കലും സഖ്യമില്ലാത്ത പോരാട്ടമാണുണ്ടായിരിക്കുക. നീതിയും ന്യായവും മര്യാദയും ധർമ്മവും യാഥാർത്ഥ്യവും എല്ലാം സത്യത്തിൻ്റെ പേരിലായിരിക്കും. അനീതി, അന്യായം, അക്രമം, അധർമ്മം, നിരർത്ഥകമായ കാര്യങ്ങൾ തുടങ്ങിയവ അസത്യത്തിൻ്റെ ചേരിയിലുമായിരിക്കും. ഈ ഇരുചേരികളും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ പലപ്പോഴും സത്യത്തിൻ്റെ പക്ഷത്തിന് പ്രത്യക്ഷത്തിൽ ചില ഭംഗിയും ചില മോടിയുമൊക്കെ കാണാൻ കഴിയും. അസത്യം കുറച്ചു കാലത്തേക്കൊക്കെ ഒരുപക്ഷെ നിലനിന്നേക്കാം, പക്ഷേ അതിന് ആയുസ് കുറവാണ്. അകക്കണ്ണില്ലാത്തവനും ഭൗതിക കാര്യങ്ങളിൽ മാത്രം അഭിരമിച്ച് ജീവിക്കുന്ന ആളുകളും ഈ ഭൗതിക ലോകത്തിന് അസ്തിത്വം കൽപ്പിക്കുന്നവനും അതുകൊണ്ട് വഞ്ചിതനായേക്കും. ഈ അസത്യത്തിനു പിന്നാലെ പോകുന്നതുകൊണ്ട് വഞ്ചിതനായേക്കും. സത്യത്തെ സത്യമായും കാര്യത്തെ വിനോദമായും അവൻ സ്ഥാപിക്കുവാൻ ഒരുമ്പെട്ടേക്കും. പക്ഷേ അതിനൊരു അതിരും അവധിയും അനിവാര്യമാകുന്നു. കനം നിറഞ്ഞാൽ തൂങ്ങുക. വലക്കുമുൽ വൈലു മിമ്മ തസിഫൂൻ. അതായത് ഇങ്ങനെ അസംബന്ധമായ കാര്യങ്ങൾ, വാസ്തവത്തെ മറച്ചുവെച്ച് അള്ളാഹുവിന് മക്കളുണ്ട്, ഭാര്യയുണ്ട് എന്നൊക്കെ ഒരു വശത്ത്, ഇതെല്ലാം കേവല ചില വഴക്കങ്ങളാണെന്നല്ലാതെ അതിനപ്പുറം ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നിങ്ങനെ വേറെയും ഒരു വശത്ത്, ഇങ്ങനെ പല അസംബന്ധങ്ങളും പറഞ്ഞും വിചാരിച്ചും വർണ്ണിച്ചും വരുന്ന അവിശ്വാസികളെ താക്കീത് ചെയ്തുകൊണ്ടാണ് ഒടുവിലത്തെ വചനം അവസാനിക്കുന്നത്. അള്ളാഹു പറയുന്നത്, ഈ ആളുകൾ അവർ ചില ജൽപ്പനങ്ങൾ മാത്രം നടത്തി ജീവിക്കുകയാണ്. വലക്കുമുൽ വൈലു. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന നിങ്ങൾക്ക് നാശമാണുള്ളത്. മിമ്മാ തസിഫൂൻ. നിങ്ങൾ പറഞ്ഞു വരുന്നതു നിമിത്തം, നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് നാശമാണുള്ളത്. അള്ളാഹുവിൻ്റെ സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി. ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ഉൾക്കൊണ്ട് ജൽപ്പനങ്ങളിൽ നിന്നകന്നു നിന്ന് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്ന സത്യവിശ്വാസികളിൽ റബ്ബ് തആല നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.